ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 32-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ പാപമോചനത്തിൻ്റെ ശക്തി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണിത്. യഥാർത്ഥത്തിൽ ആരാണ് ഭാഗ്യവാൻ? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ മുൻപിൽ പലപ്പോഴും ഭാഗ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അല്ലിലും അലച്ചിലുമില്ലാതെയുള്ള ജീവിതമാണ്. സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള ജീവിതം, ഒന്നിനും കുറവില്ലാത്ത ജീവിതം. എന്നാൽ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ ഭാഗ്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. അതിക്രമങ്ങൾക്ക് മാപ്പും ചെയ്തുപോയ സകല പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് പാപപ്പൊറുതിയും ആർക്കെല്ലാം ലഭിക്കുന്നുവോ അവരെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനത്തിൽ പുറമായി വിശ്വസിക്കുക. നമ്മളായിരിക്കുന്ന നാളുകൾ വളരെ പ്രതിസന്ധികളിലൂടെയും ഒരുപാട് ദുഃഖ ദുരിതങ്ങളുടെയും നാളുകളാണ്. കോവിഡ്-19 2-ാം തരംഗം ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ ആഞ്ഞടിക്കുമ്പോൾ പതിനായിരങ്ങൾ ഈ രോഗത്തിന് പിടിയിൽപ്പെട്ട് അനേകരെ ഭയപ്പാടിലും ആശങ്കയിലും ആകുലതയിലും എന്തു ചെയ്യണമെന്നറിയാതെയുള്ള നൊമ്പരങ്ങളിലുമാണ്. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ ശക്തമായ കര നമ്മുടെ മേലുണ്ട്. ഈ പ്രതിസന്ധി നമ്മൾ ഒറ്റയ്ക്കല്ല. ജീവിക്കുന്ന കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം നമുക്ക് കൂട്ടിനുണ്ട്. പുറമായും കർത്താവിൻ്റെ വാക്കുകളിൽ ഹൃദയമുറപ്പിക്കുന്നു. മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, ജീവിത പങ്കാളി സഹോദരി സഹോദരങ്ങൾ, നഷ്ടപ്പെടുന്ന ആരോഗ്യം, കഠിനമായ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. ദൈവമേ, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ഭയാശങ്കകൾ ഒരുപാട് നമ്മുടെ ജീവിതങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മളാകെ ഇന്ന് വല്ലാത്തൊരു വിഷാദത്തിലാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നൊരു കാര്യമാണ്. ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത, ആർക്കാ പ്രതിസന്ധികളില്ലാത്ത? നമുക്കെല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാ. എന്നാൽ കർത്താവിൻ്റെ വിശ്വസ്തതയിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ വചനങ്ങളോട്, തൻ്റെ ജനത്തോട്, തൻ്റെ ഉടമ്പടിയോട് അവൻ എന്നും വിശ്വസ്തത പുലർത്തുന്ന ദൈവമാണ്. ഈ സത്യം മനസ്സിലാക്കി നമ്മളൊരു നിമിഷം സാധിക്കുന്നവരൊക്കെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വരണമേ, ശക്തിയോടെ വരണമേ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ ദൈവ സാന്നിധ്യമായി, ദൈവശക്തിയായി, ദൈവകൃപയായി, ദൈവ അഭിഷേകമായി വന്നു നിറയണമേ.
പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ, പാപബോധം നൽകണമേ, പാപബോധം നൽകണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനുതാപം നൽകണമേ, അനുതാപം നൽകണമേ, ലോകത്തിന്റെ കറയിലും കളങ്കത്തിലും പെട്ടുപോകാതെ നിർമ്മലതയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മളെല്ലാം മറന്ന് കരമടിച്ച് പരിശുദ്ധാത്മ നിറവിൽ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്ന സമയം. വേദനയുടെ, നിരാശയുടെ, ദുഃഖ ദുരിതങ്ങളുടെ കെട്ടുകള് കർത്താവ് അഴിച്ചു കളയുന്ന സമയം. ഈശോയെ, ഈശോയെ, ഈശോയെ വിശ്വസിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. കൃപ ഒഴുകട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. എല്ലാം മറന്ന് കരമടിച്ച് ചേർന്ന് പാടുന്നു. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. കർത്താവേ കൃപ തരണമേ, അനുതാപത്തിന്റെ അഭിഷേകം നൽകണമേ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. കർത്താവേ കൃപ തരണമേ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. കർത്താവേ കൃപ തരണമേ, അഭിഷേകം പകരണമേ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പ്രത്യാശ നൽകണമേ, അനുതാപം നൽകണമേ. വീരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ദൈവത്തിന്റെ തീയായി ആത്മാവേ വരണമേ, ഇവിടെ കത്തിയിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. എത്ര പേര് തുടിക്കമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകളാണ്. ഈ കൃപയ്ക്ക് വേണ്ടി, ഈ അഭിഷേകത്തിനായി കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപ തരണമേ, ജ്ഞാനം തരണമേ, അഭിഷേകം തരണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ, പ്രാർത്ഥനയിൽ വളരാൻ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജനപദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ തീഷ്ണത നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപപൈശാചിക ശക്തികളെ, നാരികീയ പോരുകളെ, അന്ധകാര കെട്ടുകളെ, സാത്താനാധിപത്യങ്ങളെ യേശുനാമത്താൽ, യേശു രക്തത്താൽ, യേശുവചനത്താൽ നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ വേദനിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന, രോഗപിടിയിലായിരിക്കുന്ന എല്ലാവരിലേക്കും കർത്താവേ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന പതിനായിരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ കാണിക്കണമേ. ആരോഗ്യങ്ങളെ പരിചരിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാം കർത്താവെ പ്രാർത്ഥിക്കുന്നു, കരുണ യാചിക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, കർത്താവെ ഉത്തരമരുളണമേ. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽപ്പെട്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ ഞങ്ങൾ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മാതാവേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, അനുതാപത്തിലൂടെ അത്ഭുതങ്ങൾ. അനുതാപത്തിലൂടെ അത്ഭുതങ്ങൾ. നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രതിസന്ധിയുടെ നാളുകളാണ്. COVID-19 രണ്ടാം തരംഗം ലോകം മുഴുവനിലും, പ്രത്യേകിച്ച് നമ്മുടെ ഭാരത രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിലെല്ലാം ഇന്ന് വളരെ ശക്തമായി അലയടിക്കുകയാണ്. ഓരോ ദിവസവും അനേകരും മരിക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ രോഗബാധിതരാകുന്നു, പലവിധത്തിലുള്ള ആശങ്കകൾ, ഭയപ്പാടുകൾ, പലരും വിഷാദത്തിന് അടിമകളാകുന്നു, ആത്മഹത്യക്കായി ചിന്തിക്കുന്നു, കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായ കാര്യങ്ങൾ താറുമാറാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ബിസിനസ്സുകൾ പൊട്ടിപ്പൊളിയുന്നു എന്ന് വേണ്ട, ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കഷ്ടനഷ്ടങ്ങളിലൂടെയുമാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കാലത്തിൻ്റെ സൂചനകളാണ്. ഈ പകർച്ചവ്യാധിയിലൂടെയെല്ലാം കർത്താവിന് ചില ആലോചനകൾ നമുക്ക് നൽകാനുണ്ട്. നമ്മുടെ വിശ്വാസയാത്രയിൽ നാം ചിലത് സ്വന്തമാക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് നാഥനും കർത്താവുമായ ഈശോ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനം. അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ അതിയായ ആനന്ദം, ആഹ്ലാദം ഉണ്ടാവുകയാണ്. സ്വർഗത്തിൽ ആനന്ദമുണ്ട്. എപ്പോഴാണ് സ്വർഗത്തിൽ ആനന്ദം കിട്ടുന്നത്? ഒരു വ്യക്തി തൻ്റെ പാപങ്ങളെയോർത്ത് അനുതപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്, നരകം ദുഃഖിക്കുകയാണ്, നരകം തേങ്ങി കരയുകയാണ്. അനുതാപ ഹൃദയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഈ കാലഘട്ടത്തിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. വെളിപാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾ ചെയ്തു പോയ കൊലപാതകം, വ്യഭിചാരം, മന്ത്രവാദം, മോഷണം എന്നിവയെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ മനസ്സിലാക്കണം. തങ്ങൾ ചെയ്തു പോയ മാരക പാപങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾ കടന്നുപോയ വഴികളെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. അവരതിനെയോർത്ത് പരിതപിച്ചില്ല. അതിനു പകരം ഹൃദയം കൂടുതൽ കഠിനമായി അവർ കർത്താവിനെ അവഹേളിക്കുകയാണ്. ഇതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കാണുന്ന ഈ പ്രതിസന്ധികളൊക്കെ ന്യായവിധിയുടെ ചില അടയാളങ്ങളാകും. ഇത് ദൈവം ശിക്ഷിക്കുന്നതല്ല. തൻ്റെ ജനത്തിന് തൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകൾ നൽകുകയാണ്. എന്തിനു വേണ്ടി? മാനസാന്തരപ്പെടുവാൻ, അനുതപിക്കുവാൻ, ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ, ലോകമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിക്കുവാൻ, പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും ദൈവത്തിൻ്റെ ജനം തിരിച്ചു വരുവാൻ ദൈവം നൽകുന്ന ചില സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനോട് അസ്വസ്ഥരാകേണ്ട പ്രിയപ്പെട്ടവരെ. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സർവാധിപത്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് ഉറങ്ങിപ്പോയിട്ടില്ല. കർത്താവ് ഇനാക്റ്റീവ് അല്ല. അവൻ നിർജീവമായിട്ടില്ല. കർത്താവ് ഇന്നും സജീവമായി ലോകത്തിലും സഭയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി,
തന്നോട് വിശ്വസ്ത പുലർത്തുന്ന ഓരോ ആത്മാവിന് വേണ്ടി ഇന്നും കർത്താവ് വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അനുതപിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ട് അസ്വസ്ഥരാകാതെ നിരാശപ്പെട്ട് പിറുപിറുത്ത് ദൈവമേ ഈ ദുരിതം വന്നുപെട്ടല്ലോ, ഇതെനിക്ക് സംഭവിച്ചല്ലോ, എൻ്റെ കുടുംബത്തിന് സംഭവിച്ചല്ലോ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് വിഷാദത്തിലേക്ക് ഡിപ്രഷനിലേക്ക് പോകാതെ കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുതപിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും ലോകത്തിനു വേണ്ടി പ്രാശ്ചിത്തമെടുത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായി മാറുക. നമ്മുടെ കർത്താവിൻ്റെ ആദ്യ പ്രസംഗത്തിൽ മുഖ്യ വിഷയം എന്തായിരുന്നു? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1:15 യേശു പറഞ്ഞു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത് അനുതാപമാണ്, മാനസാന്തരമാണ്. ഞാൻ നിങ്ങളുടെ വചനം പ്രസംഗിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സുവിശേഷ വേല ചെയ്യുന്നു, ഇതെല്ലാം നല്ല കാര്യമാണ്. അടിസ്ഥാന മാനസാന്തരം എനിക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെ സുവിശേഷ വേലയിലൂടെയോ അതൊന്നും കർത്താവിന് സ്വീകാര്യമല്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. കൊരിന്ഥോ സഭയ്ക്കെതിരെ 2-ാമത്തെ ലേഖനം 5:9 അവിടെ ശ്ലീഹ പറയുകയാണ്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക, എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുക. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എന്താണ്? സുവിശേഷ വേല ചെയ്യുന്നതാണോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എന്താണ്? ദശാംശം നൽകുന്നതാണോ? കുറെ ചാരിറ്റി സൽപ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണോ? ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതാണോ? ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിനെ ആനന്ദിപ്പിക്കുക, കർത്താവിൻ്റെ ഹൃദയത്തിന് ആനന്ദം നൽകുക, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, സുപ്രീം പ്രയോറിറ്റി. ഇത് സംഭവിക്കണമെങ്കിൽ കർത്താവിന് യോഗ്യമാമിതം നമ്മൾ മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ ജീവിതം നയിക്കുവാൻ തയ്യാറാകണം. നമ്മൾ വെളിപാട് പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ ആവർത്തിച്ച് അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ സഭകളോട് കർത്താവ് എന്താ നൽകുന്ന സന്ദേശം? വെളിപാട് പുസ്തകം 2:5 എഫെസോസിലെ സഭയോട് കർത്താവ് പറയാ, അനുതപിക്കുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിപ്പന്റ്. കർത്താവ് തൻ്റെ സഭയോട് എന്താ പറയുന്നത്? അനുതപിക്കുക. കർത്താവിന് ഇന്ന് തൻ്റെ വന്യവൈദികരോട്, തൻ്റെ സമർപ്പിതരോട്, തൻ്റെ കുടുംബസ്ഥരോട്, തൻ്റെ യുവജനങ്ങളോട് എല്ലാം പറയാനുള്ളത് റിപ്പന്റ്. ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. അനുതാപ ഹൃദയത്തോടെ കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. ഈ കൊറോണയും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രതിസന്ധികളെല്ലാം എന്താ വിളിച്ചു പറയുന്നത്? റിപ്പന്റ്, റിപ്പന്റ്. അനുതപിക്കുക, അനുതപിക്കുക, അനുതപിക്കുക. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 2:16 പെർഗമോസിലെ സഭയോട് കർത്താവ് പറയാ, നീ അനുതപിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ അരികിലേക്ക് വരും, എൻ്റെ വാളുകൊണ്ട് ഞാൻ പോരാടും. അനുതപിക്കുക. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനത്തിലോട്ട് വരുമ്പോൾ ലവോദിക്കിയയിലെ സഭയോട് എന്താണ് കർത്താവ് പറയുന്നത്? അതുകൊണ്ട് നീ തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക.
തീഷ്ണതയുള്ളവരാകുക, അനുതപിക്കുക. ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് സഭയോട് പറയാ, റിപ്പന്റ്, റിപ്പന്റ്. ഇത് അനേകം കുടുംബങ്ങളോട് പറയുന്നു, റിപ്പന്റ്. സമർപ്പിത സമൂഹങ്ങളോട് പറയുന്നു, റിപ്പന്റ്. കർത്താവിൻ്റെ മിനിസ്ട്രികളോട് എന്താ ഹോളി സ്പിരിറ്റ് പറയുന്നത്? റിപ്പന്റ്. അനുതപിക്കുക, അനുതപിക്കുക. ഇത് അനുതാപത്തിനുള്ള സമയമാണ്. കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി ചങ്കുപൊട്ടി, കർത്താവേ, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് പാപപ്പൊറുതി നേടേണ്ട സമയം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അവനാണ് ബ്ലെസ്സഡ്, അവളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവതി. അനുതാപത്തിലൂടെ അത്ഭുതം. എവിടെയെല്ലാം യഥാർത്ഥ അനുതാപമുണ്ട് അവിടെ എല്ലാം മിറാക്കിൾസ് ഉണ്ട്. കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുക. അനുതാപമുള്ള കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ട്. അനുതാപമുള്ള മിനിസ്ട്രികളിൽ കർത്താവിൻ്റെ മിറാക്കിൾസ് ഉണ്ട്. അനുതാപമുള്ള കൂട്ടായ്മകളിൽ, ഫെലോഷിപ്പുകളിൽ, കമ്മ്യൂണിറ്റികളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുതമുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ചുമ്മാ ഒരു നേരം പോക്കിന് പറയുന്നതല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇവിടെ അനുതാപമുണ്ടോ അവിടെ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തമായ മുന്നേറ്റമുണ്ട്. എൻ്റെ ഈ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനേകം ദൈവപ്രവൃത്തികൾ കാണുവാൻ സ്വർഗം സഹായിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 19-20 വചനങ്ങളിൽ രാജാവായ ജോസിയ, കർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു ജോസിയ. ദൈവഭക്തി നഷ്ടപ്പെട്ട ആ നാളുകളിൽ അവൻ ദൈവഭക്തി പരിശീലിപ്പിച്ചു ജനത്തെ. തൻ്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. പാപ ബന്ധനങ്ങളെ തൻ്റെ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ ജോസിയ തീവ്രതയോടെ പരിശ്രമിക്കുകയാണ്. തൻ്റെ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച്, നാശത്തെക്കുറിച്ച് കർത്താവ് ജോസിയായിക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ജോസി എന്താ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളുകൾ നമുക്ക് വേണ്ടത്. ഈ കോവിഡും മറ്റ് പ്രശ്നങ്ങളൊക്കെ ലോകത്തെ നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവല്ല വേണ്ടത്, നമ്മൾ വിഷാദത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. നമ്മൾ അനുതപിക്കാൻ തയ്യാറാവണം. ദൈവകരുണയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവ് ഉത്തരം തരും, കർത്താവ് തീർപ്പുണ്ടാക്കും. കാരണം അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. Our God is God of faithfulness. ഇവിടെ ജോസി എന്താ ചെയ്ത ആ വചനഭാഗം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോടുകൂടെ ചേർക്കും. നീ സമാധാനപൂർവ്വം കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു. തൻ്റെ ദേശത്തിന്, തൻ്റെ ജനത്തിന് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ജോസി എന്താ ചെയ്തത്? പൊട്ടിച്ചിരിക്കുകയാണോ ചെയ്തത്? കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ച് കളഞ്ഞ് അവൻ തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയാണോ ചെയ്തത്? അവൻ വസ്ത്രം കീറി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വാവിട്ട് നിലവിളിക്കുകയാണ്. കർത്താവേ, കർത്താവേ, മൈ ലോർഡ്, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി നിലവിളിച്ച് ജോസിയ കർത്താവിൻ്റെ മുൻപിൽ തേങ്ങി കരഞ്ഞു. രാജാവിൻ്റെ ഈ നിലവിളി കർത്താവ് കേൾക്കുകയാണ്. നമ്മുടെ ഓരോ കണ്ണുനീരും കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഓരോ നമ്പരവും വേദനയും കർത്താവ് കാണുന്നുണ്ട്.
എൻ്റെ സഹോദര സഹോദരി, ആരുമില്ല. ഒരു അനാഥത്വം നിനക്ക് വേണ്ട, ഏകാന്തത വേണ്ട, അനാവശ്യമായിട്ടുള്ള വിഷാദ ചിന്തകളൊന്നും വേണ്ട. കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവ് ജോസിയോട് പറയും, നീ നിന്നെ തന്നെ താഴ്ത്തി അനുതപിച്ചതുകൊണ്ട് നിന്റെ സമയത്ത് ഈ അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല. ജോസിയെ അനുതപിച്ചപ്പോൾ തൻ്റെ രാജ്യത്തിന്, തൻ്റെ ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. തൻ്റെ മനസ്സ് കർത്താവ് മാറ്റുകയാണ്. അനുതാപത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. യോന പ്രവാചക പുസ്തകത്തിലേക്ക് വരണം. 3-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ കർത്താവ് തൻ്റെ പ്രവാചകനോട് പറയും, എൻ്റെ സന്ദേശം നിനേവെ നിവാസികളെ നീ അറിയിക്കുക. കർത്താവിൻ്റെ ദൂത് കേട്ട് യോന നിനേവെ പട്ടണത്തിലൂടെ നടക്കുകയാണ്. 3-ാം അധ്യായം 4-5 വചനങ്ങളും ശക്തിയോടെ പ്രവാചകന് വിളിച്ചു പറയും, 40 ദിവസത്തിനുള്ളിൽ നിനേവെ നഗരം നശിപ്പിക്കപ്പെടും, വലിയ തകർച്ചയും നാശം വരാൻ പോവാണ്. ഈ ദൈവദൂത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവടക്കം ചാരം പൂശി ചാക്കെടുത്ത് ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനം മുഴുവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിനവേയിലുള്ള മൃഗങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കന്നുകാലികളും മൃഗങ്ങളും ജനവും രാജാവും എല്ലാം മുറവിളി കൂട്ടി നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ അനുതാപം അവിടെ വെളിപ്പെട്ടു. നിനവെ നിവാസികൾ തങ്ങൾ അതിക്രമങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കർത്താവിനോട് ഏറ്റുപറയാണ്. കർത്താവ് എന്താ ചെയ്തത്? യോനായുടെ പുസ്തകം 3:10 വരണം. തൻ്റെ ജനം അവർ ചെയ്തിരുന്ന പാപങ്ങളിൽ നിന്ന് പിന്മാറി എന്ന് ദൈവം കണ്ടപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി അവരുടെ മേൽ വരാൻ പോയ അനർത്ഥങ്ങളെല്ലാം പിൻവലിക്കുകയാണ്. അതെല്ലാം കർത്താവ് നീക്കിക്കളയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹാമാരിക്ക് അറുതി വേണോ? നമ്മൾ അനുതപിച്ച് ചങ്ക പൊട്ടി നിലവിളിക്കണം. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ നമ്മൾ തയ്യാറാകണം. നാളിതുവരെ ജീവിച്ച ജീവിത ശൈലികൾ ഉപേക്ഷിക്കണം. നമ്മൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ദൈവവചനത്തിൻ്റെയും കൗദാശിക ജീവിതത്തിൻ്റെയും അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കി ഈ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത്ഭുതങ്ങൾ ഈ അനുതാപത്തിലൂടെ പരിശുദ്ധാത്മാവ് സഭയിലും ലോകത്തിലും പ്രവർത്തിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അനുതാപത്തിലൂടെ അത്ഭുതം നമ്മൾ തിരിച്ചറിയണം. അനുതപിക്കുന്ന ജീവിതങ്ങൾ കർത്താവിനേറെ സ്വീകാര്യമായ ജീവിതങ്ങളാണ്. എവിടെ അനുതാപമുണ്ടോ അവിടെ അഭിഷേകത്തിൻ്റെ നിറഞ്ഞൊഴുക്കുണ്ട്. എവിടെ അനുതാപമുണ്ടോ അവിടെ പിശാചിൻ്റെ പിടികൾ പൊട്ടും, സാത്താൻ്റെ കെട്ടുകൾ അഴിയും. അവൻ കുരുക്കി വെച്ചിരിക്കുന്ന കുരുക്കുകളെല്ലാം പൊട്ടിപ്പോകും. അവൻ്റെ കോട്ടകളെല്ലാം തകർന്ന് വീഴും. അനുതാപത്തിന് ഭയങ്കര പവറുണ്ട്, ശക്തിയുണ്ട്. ഈ സത്യം മനസ്സിലാക്കി എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നൽകിയ ഈ ദൂത്, തൻ്റെ വചനത്തിലൂടെ ദൈവം നൽകിയ ആലോചനകൾ ഏറ്റെടുത്ത് ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ചുറ്റും പടർന്നു പിടിക്കുന്ന ഈ പകർച്ചവ്യാധികൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ പകർച്ചവ്യാധി മൂലം വേദനിക്കുന്ന ജനലക്ഷങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അവർക്കൊക്കെ വേണ്ടി അനുതപിക്കുക. അവർക്കെല്ലാം വേണ്ടി നമ്മൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. കർത്താവ് അവരെയും നമ്മയും സംരക്ഷിക്കും. നമ്മുടെ രാജ്യത്തിന് സമാധാനമരുളും. നമ്മുടെ ദേശത്തിന് കർത്താവ് സൗഖ്യമരുളും. ഈ ഒരു പ്രത്യാശയോടെ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നത് മങ്ങോഷ്ണത, ദൈവജനത്തിൻ്റെ നാശം. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വ
മഹത്വമേ മഹത്വത്തിൻ കർത്താവേ